സ്വാഭാവികമായ ഗർഭധാരണത്തിന് ആവശ്യമായ 4 ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഋതു, യഥാർത്ഥമായ ശരിയായ ഋതുകാലം, ഓവുലേഷൻ പീരീഡ്, ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. കൃത്യമായി ആർത്തവം വന്ന് ഓവുലേഷൻ കൃത്യമായി നടക്കുന്ന ഒരാൾക്ക് മാത്രമാണ് സ്വാഭാവികമായ ഗർഭധാരണം സാധ്യമാവുന്നത്. രണ്ടാമത് ക്ഷേത്രം, ഗർഭാശയം, അണ്ഡാശയം, ട്യൂബൽ എല്ലാം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സ്വാഭാവികമായി ഗർഭധാരണം സാധ്യമാവുകയുള്ളൂ. മൂന്നാമതായി അമ്പു, പരിപോഷണം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ഇംപ്ലാന്റേഷനും ഫർദർ ഫീറ്റൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ളതാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. നാലാമതായി ബീജം, ഹെൽത്തി ഓവം ആൻഡ് ഹെൽത്തി സ്പേംസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സ്വാഭാവികമായ ഗർഭധാരണത്തിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നേടുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അങ്ങനെയാണ് നാച്ചുറലായ, സേഫായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിക്ക് സാധ്യമാവുകയുള്ളൂ.